इसलिए हम प्रभु का धन्यवाद करते हैं। ഇതുവരെ നാം ദൈവത്തെ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. हम इतनी देर तक परमेश्वर की आराधना कर रहे थे। എത്ര മനോഹരമായ അനുഭവമാണ് നാം ദൈവത്തെ രാവിലെ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ വേണ്ടി നമുക്ക് അവസരം ദൈവം തരുന്നുവല്ലോ. कितनी अनुभव की बात है कि हम सब सुबह अधिवेक को उठ के परमेश्वर की आराधना और परमेश्वर के वचन से सुनते हैं। കുഞ്ഞുങ്ങൾ ഇതുവരെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു, ലീഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് അഷയർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അല്പം പ്രയാസം. അവന്റെ ബോർഡ് എക്സാം, അവന്റെ പ്രീ ബോർഡ് നടക്കുന്നു. അതുകൊണ്ട് ചെറിയ കുഞ്ഞുമായി ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഇങ്ങനെ ഒരു ട്രാൻസ്ലേഷനിലും ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇന്ന് രാവിലെ ദൈവം അതിശക്തമായി നമ്മോട് സംസാരിക്കും. बच्चों ने काफी अच्छे से आराधना लीड किया और आज के सुबह बड़े बेटे आश्चर्य का प्री बोर्ड है, इसलिए वो ट्रांसलेट करने के लिए अभी उपस्थित नहीं है। इसलिए छोटे के साथ हम आज आप सबके समक्ष वचन के साथ बांटेंगे। तो परमेश्वर का धन्यवाद करते हैं कि परमेश्वर हमें सामर्थ्य देगा। നിശ്ചയമായും ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യം നാം ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുക. निश्चय रूप से हम परमेश्वर की बड़ी सामर्थ्य को अनुभव कर रहे हैं। ഈ ആത്മീയ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വന്ദനം അറിയിക്കുന്നു. इस प्लेटफॉर्म में जितने भी लोग बैठे हैं उन सबका मैं परमेश्वर के नाम से धन्यवाद करता हूँ। ആദരണീയ തോമസൻ പാസ്റ്റർ, അതുപോലെ പ്രിയ ബഹുമാനപ്പെട്ട ജോയ് പാസ്റ്റർ, എല്ലാവർക്കും യോഗത്തിലിരിക്കുന്ന എല്ലാ ബഹുമാനരായ അഭിഷിക്തന്മാർക്കും വന്ദനം അറിയിക്കുന്നു. पास्टर थॉमसन जी का और पास्टर जॉय जी का और जितने भी पासवान जन और जितने भी भाई बहन बैठे हैं उन सबका मैं परमेश्वर का धन्यवाद करता हूँ। നമുക്ക് ഇങ്ങനെ ഈ പുതുവർഷത്തിൽ കർത്താവ് അവസരം തരുന്നല്ലോ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനും. परमेश्वर ने ऐसा सौभाग्य दिया इस नए साल में आपके सम्मुख आराधना करने के लिए। കർത്താവിന്റെ വേലയിൽ ഉത്തർ ഭാരതത്തിൽ വീണ്ടും ദൈവം നമുക്ക് അവസരങ്ങളെ തരുന്നുവല്ലോ. इस उत्तर भारत में परमेश्वर हमको एक और बार ये सौभाग्य दे रहा है। നമ്മുടെ സ്നേഹിതന്മാരായ ദൈവദാസന്മാർക്ക് വിരോധങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നു. ദൈവദാസന്മാർ കുടുംബം ജയിലിൽ പോകുന്നു. എല്ലാം ഒരു ഭാഗത്തുണ്ടെങ്കിലും കർത്താവിന്റെ കൃപയിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുവല്ലോ. हमारे साथी पासवान अपने परिवार समेत जेलों में बंद हैं, लेकिन दूसरी तरफ परमेश्वर का वचन अधिवेक से हमारे साथ बढ़ते जा रहा है। ബഹുമാനായ ജോസ് പാസ്റ്ററെ കുടുംബത്തെയും ഞങ്ങൾക്ക് നന്നായി പരിചയമുണ്ട്. अनुभवी पास्टर पास्टर जोस के लिए हम अच्छे से जानते हैं उन्हें, हमारे सहभागी हैं वो। ഞങ്ങൾ താമസിക്കുന്ന ശുശ്രൂഷിക്കുന്ന റായ്ബറയിൽ നിന്ന് അധികം ദൂരമല്ലാത്ത സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. हम रहने वाले रायबरेली जिले से ज्यादा दूर नहीं, वो पास ही में एक जिले में पास्टर जोस को गिरफ्तार कर लिया गया है। ഞങ്ങൾ പല തവണ ഒരുമിച്ച് ആത്മീയങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം അദ്ദേഹവുമായി ഇടപെട്ടിട്ടുണ്ട്. हम कई बार सभाओं में उनके साथ मिलते जुलते रहे हैं। इस तरह कई बार हमारा मिलन हुआ है। അംബേദ്കർ നഗർ എന്ന ജില്ലയിൽ വെച്ചാണ് അദ്ദേഹത്തിന് വിരോധമുണ്ടായത്. अम्बेडकर नगर नाम के जिले से उनका विरोध हुआ था। ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. उस जगह में मैं जा चुका हूँ, सुसमाचार बांट चुका हूँ। എന്നാൽ ദൈവനാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ ദൈവം തിരഞ്ഞെടുത്തു. ദൈവദാസൻ പാസ്റ്റർ ജോസ് പാപ്പച്ചൻ പാസ്റ്ററേയും ക്ഷേത്രങ്ങൾ പ്രാർത്ഥിക്കുക. इसके बाद भी पास्टर जोस के लिए हम प्रार्थना करेंगे कि उन्हें एक सौभाग्य दिया और इस मुकाम तक लाया, तो उनके लिए हम प्रार्थना में याद रखेंगे। നമ്മളിൽ ഒരുവൻ കഷ്ടമനുഭവിക്കുമ്പോൾ നിശ്ചയമായും ദുഃഖം ഒരു ഭാഗത്തുണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദോഷമായിട്ട് നമ്മോടൊന്നും ചെയ്യുകയില്ല. हम इस मौके से जा रहे हैं तो दुख तो है, पर हमें प्रार्थना करने की जरूरत है। ഒരു മാസത്തിന് മുമ്പ്, 1-2 മാസം മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ശാരീരികമായിട്ട് ക്ഷീണിതനായിരുന്നു. एक महीने पहले मिलने पर वो थोड़े शारीरिक रूप से स्वस्थ नहीं थे। ദീർഘസമയം ഒരുമിച്ച് ഞങ്ങളായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാവരും അദ്ദേഹത്തിന്റെ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. ജോസ് പാപ്പച്ചൻ പാസ്റ്റർ കുടുംബത്തെ ഓർത്തു. काफी समय तक हम उनके साथ रहे, प्रार्थना की, और हम जानते हैं कि काफी लोग उन्हें अपने प्रार्थनाओं में याद रखते हैं। നിശ്ചയമായും ദൈവത്തിന് വലിയ പ്രവൃത്തി നാം കാണും. निश्चय रूप से हम परमेश्वर के आश्चर्य कर को देखेंगे।
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ നാം അനാഥരല്ല. परमेश्वर की सेवकाई में उतरने वाले हम अनाथ नहीं हैं। ദൈവം നമ്മോട് കൂടെയുണ്ട്. परमेश्वर हमारे साथ है। ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നാം കാണും. परमेश्वर की बड़ी सामर्थ्य को हम देखने जा रहे हैं। ഉത്തർപ്രദേശ് ദൈവത്തെ അറിയും. उत्तर प्रदेश परमेश्वर को जानेगा। മഹാരാഷ്ട്രയുടെ എല്ലാ ഗ്രാമങ്ങളും ദൈവത്തെ അറിയും. महाराष्ट्र के सारे गांव परमेश्वर के नाम को जानेगा। പട്ടണങ്ങൾ ദൈവത്തെ അറിയും. പട്ടണങ്ങൾ നഗർ नगर पर सारे नगर, महाराष्ट्र के सारे नगर में परमेश्वर का नाम फैलेगा। ഉത്തരേന്ത്യ ദൈവത്തെ അറിയും. उत्तर भारत परमेश्वर के नाम को जानेगा। നാം പൊഴിക്കുന്ന കണ്ണുനീരുകൾ, हम अपने आंसू जो बहाते हैं, നാം ചെയ്യുന്ന അധ്വാനങ്ങൾ हम जो अपना मेहनत करते हैं, ഒന്നും വൃഥാവല്ല. कोई भी नष्ट नहीं जाएगा। നിശ്ചയമായും निश्चय रूप से വലിയ ഒരു കൊയ്ത്ത് കട്ടണി परमेश्वर का बहुत बड़ी कटनी ദൈവം നമുക്ക് തരുവാൻ പോകുകയാണ്. परमेश्वर हमको देने वाला है। ധൈര്യമായിരിക്കാം. धैर्य अपने बनाए रखें। കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അതിശക്തമായി നിലകൊള്ളാം. परमेश्वर की सेवकाई में बड़े तौर से ഒരുമിച്ച് നിൽക്കാം. साथ में रहें, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. साथ में प्रार्थना करें। വലിയ കാര്യങ്ങൾ ദൈവം ഈ നാട്ടിൽ ചെയ്യും. बड़े बड़े काम परमेश्वर इस नगर में करेगा। വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ആയിരിക്കണം. बड़े प्रार्थना के साथ हम सब बैठे रहेंगे। വളരെ ശാന്തമായ രീതിയിൽ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. बड़े शांति रूप से हम बड़े चीजों को देखने वाले हैं। വളരെ സുപരിചിതമായ ഒരു വേദാംശമാണ് ഇന്ന് രാവിലെ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. बहुत ही सुपरिचित आयत सुपरिचित आयत हम सुपरिचित आयत हम सुबह आज की सुबह पढ़ने वाले हैं। യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. यूहन्ना रचित सुसमाचार उसका 6ठा आयत, 6ठी अध्याय। 6-ാം അധ്യായത്തിന്റെ വായിക്കുന്ന വാക്യം 5, 6, 7 വാക്യങ്ങളാണ്. यूहन्ना रचित सुसमाचार उसके 6ठे अध्याय का 5, 6 और 7 आयत हम पढ़ेंगे। जब यीशु ने अपनी आंखें उठाकर एक बड़ी भीड़ को अपने पास आते देखा तो फिलिप्पुस से कहा, हम इनके भोजन के लिए कहां से रोटी मोल लाएं? उसने यह बात उसे परखने के लिए कही, क्योंकि वह आप जानता था कि वह क्या करेगा। फिलिप्पुस ने उसको उत्तर दिया, 200 दिनार की रोटी भी उनके लिए पूरी ना होगी कि उनमें से हर एक को थोड़ी थोड़ी मिल जाए। उसके चेलों में से शमौन पतरस के भाई अंद्रयास ने उससे कहा, यहाँ एक लड़का है जिसके पास जौ की 5 रोटी और 2 मछलियां हैं, परंतु इतने लोगों के लिए वे क्या है? हाँ, परंतु എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. परंतु इतने लोग के लिए वो क्या है, उसने कहा। ഇത്ര പേർക്ക് അതെന്തുള്ളൂ, इतने लोगों के लिए वे क्या ही है। പരിശുദ്ധാത്മാവ് ഞങ്ങളെ ചിന്തിപ്പിക്കുന്ന ചില ചിന്തകൾ ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. पवित्र आत्मा हम लोग को जो बातें दे रहा है हम साथ में मिलके पढ़ेंगे और समझेंगे। വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. बड़े प्रार्थना के साथ हम परमेश्वर के सम्मुख बैठेंगे। എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വലിയ സന്തോഷം നൽകിയ ഒരു ചിന്തയാണ് ഇന്ന് രാവിലെ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. मेरे दिल में बड़ी खुशी की बात परमेश्वर मेरे अंदर डाला है, तो वो मैं आपके साथ शेयर करना चाहूंगा। 5-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ബെഥെസ്ദ കുളക്കടവിലാണ്. 5वें अध्याय में हम देखते हैं कि यीशु मसीह बेथेस्दा कुंड के पास हैं। യോഹന്നാന്റെ സുവിശേഷം യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. यूहन्ना रचित सुसमाचार परमेश्वर का महत्व को, यीशु मसीह का महत्व को दिखाने वाला एक किताब है। ഈ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായിട്ടാണല്ലോ യോഹന്നാൻ വിവരിച്ചിരിക്കുന്നത്. इस पुस्तक में यीशु मसीह को परमेश्वर का बेटे और पुत्र के रूप में यूहन्ना दिखाया है। കൂടാതെ ഈ പുസ്തകങ്ങളെ അടയാളങ്ങളുടെ പുസ്തകമെന്നും പറയുന്നു. साथ ही साथ इस पुस्तक को चिन्हों के पत्री भी कहते हैं, किताब कहते हैं। അടയാളങ്ങളുടെ പുസ്തകം, चिन्हों की पुस्तक। യേശുക്രിസ്തു ചെയ്ത പല അടയാളങ്ങൾ, यीशु मसीह ने किए हुए कई सारे चिन्ह, അടയാളങ്ങൾ നിമിത്തം उस चिन्ह के साथ
അടയാളങ്ങളാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ് യേശു. उस चिन्हों के साथ यीशु मसीह ने परमेश्वर की सामर्थ्य को दिखाया है। നാം ഈ പുസ്തകം വായിക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അടയാളങ്ങൾ 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 എന്ന് കാണാം. इस पुस्तक में जब हम पढ़ते हैं तो कई सारे चिन्ह हम देख सकते हैं। ഇവിടെ നാം കാണുന്നത് വളരെ സുപരിചിതമായ അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. इस समय हम देख रहे हैं कि बड़ी सुपरिचित अध्याय है, अध्याय 6 यूहन्ना। ഇവിടെ നമുക്കറിയാം യേശുക്രിസ്തു 5000 പുരുഷന്മാരെ പോഷിപ്പിക്കുന്നു. इस अध्याय में हम देखते हैं कि परमेश्वर 5000 पुरुषों को यीशु मसीह भोजन दिलाता है। 5000 പേർ ഒരു ബാലന്റെ ആഹാരം കഴിച്ച് തൃപ്തിയാകുന്നു. 5000 पुरुष एक बालक के भोजन से तृप्त होते हैं। ഒരു വലിയ അടയാളമാണ് നാം കാണുന്നത്. एक बहुत बड़ा चिन्ह हम देख रहे हैं। ഈ അടയാളങ്ങളുടെ അവസാനം നാം വായിക്കുന്നു, അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ, വേഴ്സ് 14, 14-ാം വാക്യത്തിൽ വായിക്കുന്നു, ജനം പറയുന്നു, വരുവാനുള്ള പ്രവാചകൻ ഇവൻ തന്നെ സത്യം എന്ന്. ഈ അടയാളങ്ങൾ കണ്ട് ജനം മനസ്സിലാക്കുന്നു. इस अध्याय के आखिरी रूप में हम 14वें आयत में पढ़ते हैं, वह भविष्यवक्ता जो जगत में आने वाला था निश्चय यही है। തൊട്ട് മുകളിലെ വാക്യത്തിൽ അടയാളം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 13-ാമത്തെ വാക്യം. इसके ऊपर ही 13वीं आयत में हम देखते हैं कि अतः उन्होंने बटोरा और जो कि 5 रोटियों के टुकड़ों से खाने वाले से बच रहे थे 12 टोकरियां भरी। हाँ, आगे। तब जो आश्चर्य कर्म उसने कर दिखाया उसे वे लोग देखकर कहने लगे, वह भविष्यवक्ता जो जगत में आने वाला था निश्चय यही है। आश्चर्य कर्म, अടയാളം, आश्चर्य कर्म। 6-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ വായിക്കുന്നു, യേശു തിബരിയോസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. इस अध्याय के हम इस अध्याय के शुरुआती दौर में हम पढ़ते हैं कि यीशु मसीह गलील की झील में तिबिरियास नाम के झील के पार गए हैं। तिबिरियास गलीला കടലിന്റെ വെസ്റ്റേൺ പാർട്ട്, പശ്ചിമ ഭാഗം സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു നഗരമായിരുന്നു തിബരിയാസ്. गलील झील के उस तरफ पश्चिम भाग में ये तिबिरियास झील स्थित है। അവിടേക്ക് യേശുവിന്റെ യാത്രയാണ് നാം വായിക്കുന്ന ഈ ഭാഗത്ത്. उस तरफ यीशु मसीह का यात्रा हम इस अध्याय में पढ़ते हैं। യേശു ശിഷ്യന്മാരുമായിട്ട് തിബരിയാസിലേക്ക് പോകുന്നു. यीशु अपने शिष्यों के साथ तिबिरियास में गया। എന്നാൽ വലിയൊരു പുരുഷാരം യേശുവിന്റെ പിന്നാലെ ചെല്ലുന്നു. इसके साथ ही साथ बहुत बड़ी भीड़, पुरुषों की भीड़ परमेश्वर के यीशु मसीह के पीछे था। നാം വായിക്കുന്നു, രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട്. इस अध्याय में हम पढ़ते हैं कि एक बहुत बड़ी भीड़ परमेश्वर के पीछे आश्चर्य कर्म को देखने के लिए आई। രോഗികളിൽ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പുരുഷാരം യേശുവിന്റെ പിന്നാലെ ചെല്ലുന്നു. बीमारों के और रोगियों के आश्चर्य कर्म को देखकर एक बहुत बड़ी भीड़ यीशु मसीह के पीछे हो लिया। അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, അതിന് 4-ാം വാക്യത്തിൽ, യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. हम इसके चौथे आयत में पढ़ते हैं कि यहूदियों के फसह का पर्व निकट था। അപ്പോൾ യേശു തിബരിയാസിലെത്തി. इसी तरह यीशु मसीह तिबिरियास झील में पहुंचा। യേശുവിന്റെ ശിഷ്യന്മാരും കൂടെയുണ്ട്. यीशु मसीह के शिष्य भी उसके साथ हैं। കൂടാതെ വലിയൊരു പുരുഷാരവും യേശുവിനെ തിരഞ്ഞ് തിബരിയാസിലേക്ക് എത്തുകയാണ്. साथ ही साथ एक बहुत बड़ी भीड़ यीशु मसीह के साथ पीछे हो लिए हैं। നാം വായിക്കുന്നു, യേശു ഒരു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. हम पढ़ते हैं कि यीशु मसीह एक पहाड़ पर चढ़कर अपने चेलों के साथ वहां बैठ गया। അപ്പോൾ യേശുവും ശിഷ്യന്മാരും ഏകദേശം 5000 പുരുഷന്മാർ എന്നുള്ള ഒരു വലിയൊരു പുരുഷാരം യേശുവിന്റെ കൂടെ ഇപ്പോൾ തിബരിയാസിലുണ്ട്. हम देखते हैं कि यीशु मसीह और उसके शिष्यों के साथ एक बहुत बड़ी 5000 पुरुषों की भीड़ हम उस पहाड़ पर हम देखते हैं। നാം വായിക്കുന്നു, ഇവിടെ യേശു അവരോട് സംസാരിക്കുന്നു, അങ്ങനെ സമയം ചിലവഴിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. इसी तरह हम देखते हैं यीशु मसीह उनके साथ बातें कर रहा था, सुसमाचार सुना रहा था। तो उसी बीच यीशु मसीह के हृदय में आया कि इनको भोजन दिलाना है। പുരുഷാരം ഏകദേശം പുരുഷന്മാർ മാത്രം 5000 പേർ. इस भीड़ में सिर्फ पुरुष ही 5000 थे। ഒരു വലിയ പുരുഷാരം, एक बहुत बड़ी भीड़। കൊടുക്കുവാൻ കയ്യിൽ ഒരു റൊട്ടി പോലുമില്ല. देने के लिए हाथ में एक रोटी भी नहीं है। എന്നാൽ പുരുഷാരത്തെ പോഷിപ്പിക്കണം.
इसके बाद भी हमको इस बहुत बड़ी भीड़ को खिलाना है। നാം വായിക്കുന്നു അടുത്ത വാക്യത്തിൽ, അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. इस अध्याय के 5वीं आयत में हम पढ़ते हैं कि यीशु ने अपनी आंख उठाकर एक बहुत बड़ी भीड़ को अपने पास आते देखा और फिलिप्पुस से कहा, हम इनके लिए भोजन कहाँ से मोल लाएंगे। ഫിലിപ്പോസിനോട് ചോദിക്കുന്നു, ഇവർക്ക് നാം അപ്പം എവിടെ നിന്ന് വാങ്ങും? फिलिप्पुस से यीशु मसीह पूछता है कि इन सबों के लिए रोटियां कहाँ से लाएंगे। അപ്പോൾ പുരുഷാരത്തെ പോഷിപ്പിക്കണം, इसके साथ हमको इस भीड़ को खिलाना भी है। കയ്യിൽ അപ്പമില്ല, हाथ में रोटियां भी नहीं है। ഫിലിപ്പോസിനെ പരീക്ഷിക്കേണ്ടതിന് എന്ന അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന് ഫിലിപ്പോസിനെ പരീക്ഷിക്കേണ്ടതിന് ചോദ്യം ഇതാണ്, നാം ഇവർക്ക് അപ്പം എവിടെ നിന്ന് വാങ്ങും? इसके आगे हम पढ़ते हैं कि फिलिप्पुस की परीक्षा हो रही है, तो उसका सवाल ये है कि इतने बड़ी भीड़ को हम कहाँ से भोजन खिलाएंगे। അവനെ പരീക്ഷിക്കേണ്ടതിന് അവനോട് ചോദിച്ചു. उसको उसके साथ परीक्षा लेने के लिए उससे पूछ रहा है। എന്നാൽ വായിക്കുന്നു, യേശു താൻ ചെയ്യുവാൻ പോകുന്നത് എന്തെന്ന് താൻ അറിഞ്ഞിരുന്നു എന്ന് വായിക്കുന്നു. हम पढ़ते हैं कि यीशु मसीह क्या करने वाला है, ये हम आगे पढ़ने वाले हैं। വായിക്കുന്നു, ഇത് അവനെ പരീക്ഷിപ്പാൻ അത്ര അവനെ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു? ആയത് 6. हम पढ़ते हैं कि उसने परखने के लिए यीशु मसीह को, ये परखने के लिए परमेश्वर ने फिलिप्पुस से सवाल पूछा। उसने ये बात उसे परखने के लिए कही क्योंकि वह आप जानता था कि वह क्या करेगा। आप जानता था, യേശു അറിഞ്ഞിരുന്നു താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. यीशु मसीह जानता था कि वो क्या करने वाला है। ഫിലിപ്പോസിനോടുള്ള പരീക്ഷയുടെ ചോദ്യം ഇതാണ്, ആമേൻ, ഈ ജനത്തിന് ഭക്ഷണം നാം എവിടെ നിന്ന് വാങ്ങും? फिलिप्पुस को परखने का ये सवाल है कि इतनी बड़ी भीड़ को कहां से भोजन लाएंगे। और വലിയ പ്രശ്നമായി നിൽക്കുന്ന പുരുഷാരം, ये बहुत बड़ी भीड़ एक प्रश्न के रूप में सामने खड़ी है। ഫിലിപ്പോസിനോടുള്ള ചോദ്യം ഇതാണ്, നാം എവിടെ നിന്ന് വാങ്ങും? फिलिप्पुस से सवाल यही है कि इन सबों के लिए भोजन हम कहां से मोल लाएंगे। നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വലിയ പ്രശ്നത്തിന്റെ പരിഹാരം എവിടെ നിന്നുണ്ടാകും? हमारी रूप से देखा जाए तो इस बड़ी समस्या का समाधान हम कहां से लाएंगे? എവിടെ നിന്ന് ഉത്തരം ലഭിക്കും? कहां से हम इस प्रश्नों का उत्तर लाएंगे? എവിടെ നിന്ന് സോഴ്സ് ആണ്? എവിടെ നിന്ന് ഈ ഉത്തരം നമുക്ക് ലഭിക്കും? किस जगह से, किस रूप से, किस कार्य से हम इस प्रश्न का उत्तर निकालेंगे? അപ്പോൾ ഈ പ്രശ്നത്തിന്റെ, ഈ വലിയ സമസ്യ, ഈ വലിയ പ്രശ്നത്തിന്റെ പരിഹാരം എവിടെ നിന്ന്, എവിടെ നിന്നുണ്ടാകും? इस बड़ी समस्या का समाधान हम कहां से निकालेंगे? ഫിലിപ്പോസിന്റെ ചോദ്യം വളരെ ആഴത്തിലുള്ള ചോദ്യമായിരുന്നു. ഫിലിപ്പോസിന്റെ ചോദ്യം, फिलिप्पुस से जो सवाल पूछा, फिलिप्पुस के लिए बहुत ही गहरा सवाल था ये। ഫിലിപ്പോസിന്റെ ഉത്തരം വളരെ ചിന്തനീയമായ ഉത്തരമാണ് കൊടുക്കുന്നത്. ഇവിടെ फिलिप्पुस ने अपना उत्तर बहुत ही चिंतनजनक दिया है। വായിക്കുന്നു അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ, ഫിലിപ്പോസ് അവനോട്, हम इसके 7वीं आयत में पढ़ते हैं, फिलिप्पुस ने उसको उत्तर दिया, ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. 200 दिनार की रोटी भी उनके लिए पूरी ना होगी, ये हम उसको उत्तर देते हुए देखते हैं। കണ്ടോ? അപ്പോൾ ഫിലിപ്പോസിന്റെ മറുപടി, 200 പണത്തിന്റെ അപ്പം നാം മേടിച്ചാൽ ജനത്തിന് കൊടുക്കുവാൻ അല്പാൽപ്പം കൊടുക്കുവാൻ പോലും തികയില്ല. फिलिप्पुस का हम ये सवाल उत्तर देखते हैं कि 200 दिनार भी इस बहुत बड़ी भीड़ के लिए कम पड़ेगा। വായിക്കുന്നു, മതിയാകയില്ല. कम पड़ेगा। हम आखिर में देखते हैं कि थोड़ी ही मिल जाएगी और कम पड़ेगा। എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു പദമാണ് മതിയാകയില്ല. कम पड़ेगा। ഫിലിപ്പോസിന്റെ കണക്കിൽ 200 പണത്തിന്റെ റൊട്ടി മേടിച്ചാൽ ജനത്തിന് മതിയാകയില്ല. फिलिप्पुस का यही सवाल है कि 200 दिनार की रोटियां भी हम लें
तो इस बहुत बड़ी भीड़ को खिलाने के लिए कम पड़ेगा। യേശു ചോദിച്ചു ഫിലിപ്പോസിനോട്, ഈ അപ്പം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? यीशु मसीह फिलिप्पुस से पूछता है कि ये भोजन हम कहाँ से मोल लाएंगे। ഫിലിപ്പോസിന്റെ മറുപടി, 200 പണത്തിന് അപ്പം മേടിച്ചാൽ പോലും ഈ ജനത്തിന് അല്പാൽപം കൊടുപ്പാൻ പോലും തികയില്ല. फिलिप्पुस का यही सवाल था कि 200 दिनार की रोटियां भी लाने से हर एक को थोड़ी थोड़ी ही मिलेगी और कम पड़ेगा। അപ്പോൾ ഫിലിപ്പോസ് ഇവിടെ പണത്തിന്റെ രീതി, അല്ലെങ്കിൽ 200 പണത്തിന് മേടിക്കാം, തന്റെ കയ്യിൽ പണമായി താൻ ആ വിഷയം അളക്കുകയായി യേശുവിന്റെ ചോദ്യത്തെ. उस यीशु मसीह का सवाल का जवाब वो 200 दिनार की रोटियों से उस प्रश्न का उत्तर देता है यीशु मसीह। 200 പണം 200 दिनार, എന്നാൽ അതിന്റെ ഉത്തരം ലഭിക്കുന്നു, മതിയാകുകയില്ല. और 200 दिनार का जवाब यही आता है कि वो कम पड़ेगा। ഫിലിപ്പോസിന്റെ കയ്യിൽ 200 പണമുണ്ട്. फिलिप्पुस के हाथ अभी 200 दिनार है। സത്യത്തിൽ അവന്റെ പണം ഉണ്ടെന്നല്ല പറയുന്നത്, തന്റെ കണക്കൂട്ടലാണ്. इसमें देखा जाए तो उसके पास है नहीं दिनार, കാൽക്കുലേഷൻ. उसका कैलकुलेशन है कि उसके पास है नहीं, पर इसमें दिखाते हैं कि उसके पास 200 दिनार है। അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാം, തന്റെ കയ്യിൽ 200 പണം ഉണ്ടെങ്കിൽ പോലും അത് തികയില്ല. हम ये देखते हैं कि फिलिप्पुस के पास अगर 200 दिनार है भी तो वो उस भीड़ के लिए कम पड़ेगा। ചോദ്യം ഫിലിപ്പോസിനോടായിരുന്നു. सवाल फिलिप्पुस के लिए था। തൊട്ടപ്പുറേ അന്ത്രയോസ് നിൽക്കുന്നുണ്ട്. उसके बगल ही में अंद्रयास खड़ा है। അടുത്ത ഭാഗം വായിക്കുന്നു. उसके अगली आयत पढ़ेंगे। ശിഷ്യന്മാർ ഒരുത്തനായ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, അതിന്റെ 8ാമത്തെ വാക്യം. उसके आगे हम पढ़ते हैं कि 8वीं आयत में उसके चेलों में से शमौन पतरस के भाई अंद्रयास ने उससे कहा, ഇവിടെ ഒരു ബാലകനുണ്ട്, यहाँ एक लड़का है അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, जिसके पास जौ की 5 रोटियां और 2 मछलियां हैं, എങ്കിലും ഇത് ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. परंतु इतने लोग के लिए वे क्या है। ഇപ്പോൾ അന്ത്രയോസിന്റെ കയ്യിൽ ഒരു ബാലകന്റെ റൊട്ടിയാണ്. इस समय अंद्रयास के पास एक बालक की रोटियां हैं। വായിക്കുന്നു, അന്ത്രയോസിന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. हम अभी देखते हैं कि अंद्रयास के पास 5 रोटियां और 2 मछलियां हैं। ഫിലിപ്പോസിന്റെ കയ്യിൽ 200 പണം, फिलिप्पुस के हाथ में 200 दिनार है। അന്ത്രയോസിന്റെ കയ്യിൽ ഒരു ബാലകന്റെ റൊട്ടി. फिलिप्पुस के हाथ में 200 दिनार और अंद्रयास के पास एक बालक की रोटी और मछलियां हैं। എന്നാൽ വായിക്കുന്നു, എങ്കിലും ഇത്ര പേർക്ക് ഇതെന്തുള്ളൂ. फिर भी हम आगे पढ़ते हैं कि वे इतने बड़ी भीड़ के लिए वे क्या हैं। വായിക്കുന്നു, ഫിലിപ്പോസിന്റെ മറുപടി ഓർമ്മയുണ്ടല്ലോ, ആമേൻ, ഇത്ര പേർക്ക് അല്പാൽപം മതിയാകയില്ല. हमको याद होगा फिलिप्पुस का जो उत्तर था वो इतनी भीड़ के लिए थोड़ा थोड़ा ही मिल जाएगा। അന്ത്രയോസിന്റെ റൊട്ടിയെ കുറിച്ച് പറയുന്നു, ഇത്ര പേർക്ക് ഇത് എന്തുള്ളൂ. फिलिप्पुस के सवाल में हम देखते हैं कि इतनी बड़ी भीड़ के लिए वे क्या ही है। അപ്പോൾ ഫിലിപ്പോസിന്റെ കാൽക്കുലേഷൻ, അല്ലെങ്കിൽ തന്റെ കണക്ക് കൂട്ടലുകളിലും അന്ത്രയോസിന്റെ കയ്യിൽ ലഭിച്ച ഈ ബാലകന്റെ റൊട്ടിയും ഇതെല്ലാം ഉപയോഗിച്ചാലും തികയത്തില്ല. हम फिलिप्पुस के और अंद्रयास दोनों के गणित को देखें तो वो इतनी बड़ी भीड़ को खिलाने के लिए, तृप्त करने के लिए कम पड़ेगा। അപ്പോൾ മനുഷ്യന്റെ കണക്ക് കൂട്ടലുകളിൽ നാം ആശ്രയിച്ചാൽ വായിക്കുന്നു, തികയുകയില്ല, ഇതെന്തുള്ളൂ. हम अगर मनुष्यों के नजरिए से देखें तो इतने बड़ी समस्या का समाधान वे क्या ही है। ആമേ, ഓർത്തിരിക്കുക, നമ്മുടെ മുമ്പിലെ പ്രശ്നപരിഹാരത്തിന് നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം യേശുവിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അതൊരു വലിയ അത്ഭുതമായി മാറും. हम ये बात याद रखें कि हमारी समस्या का समाधान हमारी बुद्धि से परे यीशु मसीह की बुद्धि का समाधान हमारे जीवन में होगा। ആമേ, ഫിലിപ്പോസേ, നിന്റെ 200 പണത്തിന്റെ കണക്ക് കൂട്ടലുകൾ ശരിയായോ? हम फिलिप्पुस से सवाल पूछ सकते हैं कि हे फिलिप्पुस, तुम्हारे 200 दिनार का वो गणित पूरा हुआ कि नहीं? ഫിലിപ്പോസ് പറയും, ഇല്ല, ഞാൻ പരാജയപ്പെട്ടു. फिलिप्पुस जरूर बोलेगा कि नहीं, मैं हार गया था। അന്ത്രയോസ് ചോദിക്കാം, അന്ത്രയോസേ, നിന്റെ കയ്യിലെ ബാലകന്റെ അപ്പം കൊണ്ട് നീ ഈ ജനത്തെ പോഷിപ്പിച്ചുവോ? अंद्रयास से हम अगर ये सवाल पूछे कि ये अंद्रयास, तुमने अपने मछलियों और रोटियों से अगर उस बड़ी भीड़ को भोजन से तृप्त किया? അന്ത്രയോസ് പറയും, ഇല്ല, ഇത്ര വലിയ പുരുഷാർത്ഥം ഇത് എന്തുള്ളൂ. अंद्रयास ने जवाब दिया हो, अंद्रयास जवाब देगा कि नहीं, इतने बड़ी भीड़ के लिए वे क्या ही है। നമുക്ക് ചരിത്രം അറിയാമല്ലോ, യേശുവിന്റെ കയ്യിലേക്ക് അപ്പം വന്നപ്പോൾ, ആ ബാലകന്റെ അപ്പം യേശുവിന്റെ കയ്യിലേക്ക് എത്തിയപ്പോൾ, हम जानते हैं इसका चरित्र कि यीशु मसीह के हाथों में उस बालक की रोटियां और मछलियां आई थी तो ജനം ഭക്ഷിച്ചു ശേഷിപ്പിച്ചു എന്ന് വായിക്കുന്നു. हम देखते हैं कि वो बड़ी भीड़ भोजन खाई और तृप्त हुई। 12 കുട്ട നിറച്ചെടുത്തു. 12 टोकरियां
बच गई थी। അപ്പോൾ നമുക്കറിയാം മനുഷ്യന്റെ കണക്കൂട്ടലുകൾ അല്ല പിന്നെയോ യേശുവിന്റെ മഹത്വമാണ് വെളിപ്പെടേണ്ടത്. हम ये देखते हैं कि मनुष्यों का गणित ही नहीं, यीशु मसीह का बुद्धि हम लोग के गणित से ज्यादा शक्तिशाली है। പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ നാം ഒരുപാട് കാര്യങ്ങൾ കണക്ക് കൂട്ടാറുണ്ട്. हमारे जीवन में कई बार हम अपने गणित लगाते हैं। ഇതെങ്ങനെ നടക്കും, എത്ര പണം ആവശ്യമാണ്, ആരോട് ചോദിക്കും. അപ്പോൾ മനുഷ്യനിൽ ആശ്രയിക്കുന്ന അന്ത്രയോസും പണത്തിൽ ആശ്രയിക്കുന്ന ഫിലിപ്പോസും അല്ല നമുക്ക് മുമ്പിൽ പരാജയപ്പെട്ടവരായി നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ ഈ വിഷയം ആത്മാവിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവേ, എന്റെ കണക്കുകൾ, എന്റെ വിചാരങ്ങൾക്കപ്പുറം കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഈ ജനത്തിന് മധ്യേ വലിയ ദൈവിക മഹത്വം വെളിപ്പെടും. हमारे जीवन में कई सारे समस्याएं आते हैं जिसमें हम अंद्रयास और फिलिप्पुस की तरह अपने गणित लगाते हैं, लेकिन हम जानते हैं कि यीशु मसीह का आश्चर्य कर्म हमारे जीवन में होगा तो वो हमारे गणित से काफी परे है। ദൈവത്തെ കുഞ്ഞുങ്ങളെ, ഇന്ന് രാവിലെ ആത്മാവിൽ സന്ദേശം ശ്രവിക്കാം. प्रियजनों, इस परमेश्वर के आत्मा के साथ इस वचन को ग्रहण करें। എത്രയോ തവണ നാം വലിയ പരീക്ഷയിൽ അകപ്പെട്ടപ്പോൾ, इतनी बार हम अपने जीवन में परीक्षाओं से गुजरे तो ഈ വിഷയം പണം കൊണ്ട് അല്ലെങ്കിൽ ശക്തി കൊണ്ട്, ആൾബലം കൊണ്ട്, അല്ലെങ്കിൽ ആളുകളെ സമീപിച്ചിട്ട് അവരിൽ നിന്ന് ഇതിന് മറുപടി ലഭിക്കുമെന്ന് പലപ്പോഴും നാം എല്ലാം കണക്കുകൂട്ടിയപ്പോൾ പരാജയപ്പെട്ടവരാണ് നമ്മിൽ പലരും. हम में से कई लोग ऐसे हैं कि अपनी परीक्षाओं से जब हम गुजरे थे तो अपने धन दौलत और भाईचारा से हम कई बार अपने जीवन में हार चुके हैं। ആളുകളോട് ചോദിച്ചിടതും പരാജയപ്പെട്ടു. लोगों से पूछ पूछ कर भी हम अपनी हार को माने हैं। ആൾബലം, लोगों की ताकत, പണത്തിന്റെ സമൃദ്ധി, धन की सामर्थ और ബുദ്ധിയുടെ ശക്തി, और बुद्धि की सामर्थ, കണക്ക് കൂട്ടലുകൾ, गणित की सामर्थ, ഇതെല്ലാം പരാജയപ്പെടുമ്പോൾ ये सब कुछ परमेश्वर के सामने हार जाएगा। ആമേൻ, വലിയ വിജയം തരുവാൻ കഴിവുള്ളവനാണ് നമ്മളെ തിബരിയസിലേക്ക് കൊണ്ടുവന്നത്. बहुत बड़ी जीत देने वाला है जो तिबिरियस में लेके आने वाला यीशु मसीह। തിബരിയാസ് എന്ന സ്ഥലത്ത്, तिबिरियास नामक एक स्थान में നമ്മെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല ദൈവം കൊണ്ടുവന്നത്. हमें हराने के लिए यीशु मसीह नहीं लेके आया था। നമ്മുടെ മുമ്പിൽ വലിയ മഹത്വം വെളിപ്പെടുവാൻ, हमारे आंखों के सामने बहुत बड़ी आश्चर्य करने के लिए। ഇന്ന് രാവിലെ ആത്മാവിൽ ഈ വിഷയം കുറിച്ച് ചിന്തിക്കാം. इस बातों को हम आत्मा के साथ आज सुबह देखेंगे। എത്രയോ തിബരിയോസുകളിൽ ഒരുപാട് പരാജയപ്പെട്ട ഫിലിപ്പോസും അന്ത്രയോസുമാരുമുണ്ട്. कितनी बार अंद्रियास और फिलिप्पुस तिबिरियास जैसी जगहों में हार चुके हैं। യേശു അടയാളങ്ങൾ ചെയ്യുവാൻ മുമ്പിൽ നിൽക്കുമ്പോഴും സ്വന്തം കണക്ക് കൂട്ടലുകളിൽ പരാജയപ്പെട്ട ഫിലിപ്പോസുമാരും അന്ത്രയോസുമാരും. कई बार यीशु मसीह जब अपने चिन्ह दिखाते हैं तो फिलिप्पुस और अंद्रियास अपना गणित लगाते हैं, फिर भी यीशु मसीह के सामने वो हार चुके हैं। എന്നാൽ ഇന്ന് രാവിലെ ആത്മാവിൽ പറയാമോ, കർത്താവേ, നീ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ആമേൻ, നിന്റെ മഹത്വം ഞാൻ കാണും. इसलिए हम आज की सुबह बोले हैं कि यीशु मसीह मेरे जीवन में आप अपने आश्चर्य कर्म को मैं देखूंगा, ऐसा विश्वास करता हूँ। ഫിലിപ്പോസിന് പരീക്ഷിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുമ്പോൾ യേശു പറഞ്ഞു, താൻ എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്ന് യേശു അറിഞ്ഞിരുന്നു. फिलिप्पुस से जब यीशु मसीह सवाल पूछा तो पूछा था कि वो क्या करेगा। യേശു അറിഞ്ഞിരുന്നു താൻ എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന്. यीशु मसीह जानता था कि वो क्या करने वाला है। നിശ്ചയമായും തിബരിയോസിൽ യേശു നമ്മെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയല്ല കൊണ്ടുവന്നത്. निश्चय रूप से यीशु मसीह हमको तिबिरियास में हराने के लिए नहीं ले गया था। യേശു കൂടെ ഉണ്ടെങ്കിൽ ഒരു വലിയ സമൃദ്ധി നിശ്ചയമായും ഉണ്ടാകും. यीशु मसीह अगर हमारे साथ है, बहुत बड़ा आश्चर्य काम हमारे साथ होगा। നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, हमारे व्यक्तिगत जीवन में, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, हमारे पारिवारिक जीवन में, നമ്മുടെ ആത്മീക മണ്ഡലങ്ങളിൽ, हमारी आत्मिक स्थानों में, സഭാ ശുശ്രൂഷകളിൽ सभाओं में ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. यीशु मसीह की सामर्थ्य प्रबल होने के लिए हम बोलेंगे। യേശുവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. यीशु मसीह का महत्व प्रकट होने के लिए, महिमा प्रकट होने के लिए। നമ്മുടെ കണക്കൂട്ടലുകൾ നിശ്ചയമായും അത് തെറ്റുന്നതാ. हमारा गणित जरूरी रूप से वो गलत होगा। എന്നാൽ യേശുവിന്റെ കണക്കൂട്ടലുകൾ വിജയിക്കും. इसके बाद भी यीशु मसीह का जो गणित है वही जीतेगा। യേശുവിന് അറിയാമായിരുന്നു താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. यीशु जानता था कि वो क्या करने वाला है। ഒരു ബാലകന്റെ റൊട്ടി അപ്പമെടുത്ത് 5000 പോഷിപ്പാൻ കഴിവുള്ള യേശു കൂടെയുണ്ട്. उस बालक की रोटियों से और मछलियों से 5000 पुरुषों को भोजन से तृप्त करने वाला यीशु मसीह साथ था। യേശു കൂടെയുള്ളപ്പോൾ यीशु मसीह जब साथ है, പുരുഷാരത്തെ കണ്ട് നാം ഭയപ്പെടേണ്ടതില്ല.
भीड़ को देख के हम डरना नहीं है। ഈ പുരുഷാരത്തെ നിറയ്ക്കുവാൻ പോഷിപ്പിക്കുവാൻ കഴിവുള്ളവൻ കൂടെയുണ്ട്. इस बड़ी भीड़ को खिलाने के लिए, भोजन से तृप्त करने के लिए यीशु मसीह हमारे साथ है। ഫിലിപ്പോസിനെ പോലെ फिलिप्पुस की जैसे 200 പണം എന്ന് പറഞ്ഞാൽ താൻ കണക്ക് കൂട്ടുകയാണ്, ഇത് പണം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മേടിച്ച് എങ്ങനെ തൃപ്തിപ്പെടുത്താം. फिलिप्पुस से देखे तो 200 दिनार से, वो पैसे से खरीदने के, मोल लेने के विचार से यीशु मसीह को उत्तर दिया। പണത്തിൽ ആശ്രയിച്ച് ഒരുപാട് പേർ പരാജയപ്പെട്ട ചരിത്രമാണ് വേദപുസ്തകം പറയുന്നത്. धन के पीछे दिमाग लगाने वाले कई सारे लोग हार चुके हैं, इस पुस्तक में हम पढ़ते हैं। ഒരുപാട് പേർ ഒരുപാട് ഫിലിപ്പോസുമാർ പരാജയപ്പെട്ടിട്ടുണ്ട്. कितने सारे फिलिप्पुस अपने जीवन में हार चुके हैं। നമുക്കറിയാം ഇത് എന്തുള്ളൂ, हम जानते हैं ये सब क्या है। മതിയാകുകയില്ല, ये कम पड़ेगा, हम जानते हैं മതിയാകുകയില്ല. कम पड़ेगा। 200 പണം മതിയാകുകയില്ല. 200 दिनार भी कम पड़ेगा। യേശു കൂടെ ഉള്ളപ്പോൾ, यीशु मसीह जब साथ है, ആമേൻ, ഫിലിപ്പോസിന്റെ 200 പണം മതിയാകുകയില്ല. यीशु मसीह जब साथ है तो फिलिप्पुस का 200 दिनार भी कम पड़ेगा। അത്ഭുതം ചെയ്യുവാൻ യേശു ഒരു ഭാഗത്തുള്ളപ്പോൾ, ആമേൻ, നമ്മുടെ പണത്തിന്റെ ബലം മതിയാകുകയില്ല. यीशु मसीह जब आश्चर्य कर्म करने के लिए साथ है तो हमारा गणित, हमारा जितना भी धन दौलत काम नहीं आएगा। അന്ത്രയോസിനോട് ചോദിക്കാം, അന്ത്രയോസ് നീ വിജയിച്ചോ? अंद्रियास से हम पूछ सकते हैं कि हे अंद्रियास, तू क्या जीत चुका था? അന്ത്രയോസ് പറയുമില്ല, ഇത് ഞാൻ പരാജയപ്പെട്ടു. अंद्रियास जवाब देगा कि नहीं, मैं हार चुका था। ജനത്തിനെ പോഷിപ്പിക്കുവാൻ ഇത് പര്യാപ്തമല്ല. मैं अंद्रियास बोलेगा कि नहीं, ये बड़ी भीड़ को खिलाने के लिए कम पड़ा था। ഇത് ജനത്തിന് മതിയാകുകയില്ല, അല്ലെങ്കിൽ ജനത്തിനെ പോഷിപ്പിക്കുവാൻ തക്കന പര്യാപ്തമല്ല. हाँ, हम जानते हैं कि ये अंद्रियास बोलेगा कि इस बड़ी भीड़ को खिलाने के लिए ये कम पड़ेगा, ये पूरा ना होगा। ഇത്ര പേർക്ക് ഇത് എന്തുള്ളൂ? इतने बड़ी भीड़ के लिए वह क्या है? ഇത്ര പേർക്ക് എന്തുള്ളൂ? इतने बड़ी भीड़ के लिए क्या എന്നാൽ है? इसके बाद भी, ആമേൻ, ഈ പുരുഷാരത്തെ പോഷിപ്പിക്കുവാൻ കഴിവുള്ളവൻ എഴുന്നേൽക്കുകയാ. इसके बाद भी हम देखते हैं कि इस बड़ी भीड़ को खिलाने के लिए यीशु मसीह खड़ा है। യേശു എഴുന്നേൽക്കുന്നു. यीशु मसीह खड़ा हुआ। യേശു ആ ബാലകന്റെ അപ്പം കയ്യിലേന്തുന്നു. यीशु मसीह उस बालक की रोटियों को हाथ में लिया। ആമേൻ, തന്റെ കയ്യിൽ ലഭിച്ചവയെ കൊണ്ട് യേശു പോഷിപ്പിക്കുക. अपने हाथों से जो रोटियां यीशु मसीह ने मांगी, उस भोजन से भीड़ को तृप्त किया। ഒരുപാട് പ്രാവശ്യം നാം ചിന്തകളാണല്ലോ നമ്മുടെ കയ്യിലുള്ളവയെല്ലാം നാഥന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഒരു വലിയ സമൃദ്ധിയുടെ നദിയോടെ ഒഴുകും. हम कई बार जीवन में सोचते हैं कि अपने पास जो भी है हम यीशु मसीह परमेश्वर को देंगे तो उसकी धारा बह निकलेगी। ആമേൻ, വലിയ അത്ഭുതങ്ങളുടെ നദി, उस बहुत बड़े सामर्थ्य की एक नदी की धारा। ഒരുപാട് പേർ മനുഷ്യന്റെ കണക്കുകൂട്ടൽ പിഴയ്ക്കും. ये कई बार मनुष्यों की जो गणित है, मनुष्य का जो बुद्धि है, वो हार जाएगा। എന്നാൽ യേശുവിന്റെ കണക്കുകൂട്ടൽ പിഴയ്ക്കുകയില്ല. इसके बाद भी यीशु मसीह का बुद्धि, यीशु मसीह की सामर्थ्य कभी नहीं हारेगी। ഹല്ലേലൂയ. हालेलुया। 2025 2025 में भी നാം ഈ വലിയ അത്ഭുതം കാണുവാൻ പോകുകയാ. हम इस बड़े आश्चर्य कर को देखने वाले हैं। പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കും, ദിവസങ്ങളിൽ प्रार्थना के साथ यीशु मसीह के प्रार्थना के साथ इस दिनों में बैठे हैं। ഒരുപാട് അത്ഭുതങ്ങൾ നടക്കും. कई सारे आश्चर्य कर्म होंगे। തിബരിയോസ് അത്ഭുതം കൊണ്ട് നിറയും. तिबिरियास आश्चर्य कर्म से भर जाएगा। അവസാനത്തെ വ്യക്തിയും തൃപ്തിയായി മടങ്ങിപ്പോകും. भीड़ का आखिरी पुरुष भी तृप्त होकर ही जाएगा। വിശപ്പോടെ ഒട്ടിയ വയറുമായി ആരും മടങ്ങിപ്പോകയില്ല. भूखे पेट से कोई भी वापस नहीं जाएगा। ആമേൻ, സമൃദ്ധിയോടെ മടങ്ങും. सामर्थ्य से भर के जाएगा। ഞാൻ വിശ്വസിക്കുന്നു 2025 നമ്മുടെ സമൃദ്ധിയുടെ വർഷമായിരിക്കും. हम विश्वास करते हैं कि 2025 हमारे लिए सामर्थ्य का साल होने वाला है। ദൈവസഭയിൽ വരുന്നവർ ആരും വെറുതെ പോകയില്ല. परमेश्वर की सभा में आने वाला कोई भी खाली हाथ नहीं जाएगा। ഒരു കുഞ്ഞു പോലും സൗഖ്യമാകാതെ മടങ്ങുകയില്ല. कोई भी बच्चा बिना आशीष पाए नहीं जाएगा। ആമേൻ, പ്രാർത്ഥിക്കാമോ ഇന്ന് രാവിലെ? प्रार्थना करेंगे आज की सुबह। ആമേൻ, തിബരിയോസിലേക്ക് വരുന്നവർ ആരും വെറും കൈയായി മടങ്ങുകയില്ല. तिबिरियास में आने वाला हर एक जन खाली हाथ नहीं जाएगा। കാരണം ആമേൻ, ഇത് പെന്തക്കോസ്തിന്റെ നാളാ. क्योंकि ये पेंतकुस्त का युग है। ആമേൻ, ഈ പെന്തക്കോസ്തിന്റെ യുഗത്തിൽ ആമേൻ, അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ വലിയ ആമേൻ ദൈവത്തിന് വലിയ പ്രവൃത്തിയുടെ നാളുകളായതുകൊണ്ട് ആരും വെറും കൈയായി മടങ്ങുകയില്ല. क्योंकि ये पेंतकुस्त के युग है, इसमें चिन्हों का, आश्चर्य कर्मों का ये युग है, तो कोई भी खाली हाथ, कोई भी भूखे पेट नहीं जाने वाला है। നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം
ആമേ ശിഷ്യന്മാർ ഈ ആമേ ശക്തിയോടെ ജനത്തെ പോഷിപ്പിക്കുന്നതായി നാം കാണുന്നു. हम देखने वाले हैं यीशु मसीह के कार्य के बाद इस शिष्य लोग भीड़ को काफी तृप्ति से खिला रहे हैं. ആമേ പിന്നെ അവർ പണത്തിന്റെ ആമേ എണ്ണം പറയുകയല്ലായിരുന്നു. उसके बाद वो धन की संपत्ति की वो बातें नहीं कर रहे ആമേ थे. ബാലകന്മാരുടെ കയ്യിലെ അപ്പത്തിന് പുറകെ പോകാതെ അവർ പ്രാപിച്ച ദൈവകൃപയെ ആമേൻ അവർ ഉപയോഗിച്ചു. उस बालक के रोटियां मछलियां को पकड़ के बैठे नहीं रहे, उसके बल्कि यीशु मसीह की सामर्थ उनको मिली है उससे वो बांट रहे थे. ആമേ ആത്മശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആമേൻ അപ്പോസ്തലന്മാർ ആമേ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ അവർ പ്രാപ്തരായി. इस बड़ी सामर्थ को यीशु मसीह की सामर्थ को पा करके बड़े बड़े आश्चर्य कर्म उनके हाथ में हुए. ആമേൻ പിന്നെ പരാജയത്തിന്റെ ആമേൻ നാളുകളല്ല, പിന്നെ വലിയ വിജയത്തിന്റെ നാളുകളായിരുന്നു. उसके बाद हार या पराजय का युग नहीं है बल्कि जीत और विजय का युग है. ആമേൻ നമുക്കറിയാം 3000 പേർ ഒരുമിച്ച് സ്ഥാനപ്പെടുന്നു. हम देखते हैं कि 3000 लोग साथ में बपतिस्मा लेते हैं. പിന്നെ 5000 മാറുകയാ. उसके बाद 5000 हो गया. നമുക്കറിയാം പിന്നെ കണക്ക് നോക്കിയാൽ ആ സംഖ്യ അങ്ങനെ പെരുകി പെരുകി വരികയാ. हम देखते हैं कि उस संख्या बढ़ती बढ़ती जा रही थी. ആമേൻ വലിയൊരു പുരുഷാരം, बहुत बड़ी एक भीड़, അവർ തിന്ന് തൃപ്തരാകുകയാ. वो भोजन खा के तृप्त हो चुके हैं. ഹല്ലേലൂയ. हालेलुया. 2025 2025 में അത്ഭുതങ്ങളുടെ വർഷമായി മാറുകയാ. अद्भुत कार्य का एक साल ഞാൻ അത് होगा. പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. मैं ये पूर्ण रूप से विश्वास करता ആമേൻ हूँ. ആരും വെറുതെ വെറും കൈയായി പോകുകയില്ല. कोई भी खाली हाथ नहीं जाएगा. രാവിലെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു. इस आज की सुबह यीशु मसीह का आत्मा हमसे कहता है, ആമേൻ തിബരിയാസുകളായി നമ്മുടെ ശുശ്രൂഷ സ്ഥലങ്ങൾ മാറും. तिबिरियास जैसे हमारे जो स्थान हमारे सुसमाचार के स्थान बदलेंगे. ആമേൻ നമ്മുടെ സഭകൾ തിബരിയാസുകളായി മാറും. हमारे सभा तिबिरियास में बदल जाएगा. ആമേൻ നമ്മുടെ കുടുംബങ്ങൾ തിബരിയാസായി മാറും. हमारा परिवार तिबिरियास में बदल അത് जाएगा. അടയാളങ്ങളുടെ ഇടമായി മാറും. वो चिन्हों का स्थान बन जाएगा. അത്ഭുതങ്ങളുടെ സ്ഥലമായി वो മാറും. अद्भुत कार्यों का स्थान बन जाएगा. ആരും വെറും കൈയായി മടങ്ങുകയില്ല. कोई भी खाली हाथ नहीं जाएगा. ആമേൻ ദൈവപുത്രന്റെ മഹത്വം കണ്ട് മടങ്ങും. यीशु मसीह के पुत्र परमेश्वर के पुत्र का अद्भुत कार्य देख के जाएंगे. ആമേൻ ദേശം ദൈവത്തെ അറിയും. पूरा देश यीशु मसीह को जानेगा. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ കണക്കൂട്ടൽക്കപ്പുറമായി हमारे गणित से ऊपर ആമേൻ കർത്താവിന്റെ ശക്തിയിൽ വിശ്വസിക്കാം. यीशु मसीह के परमेश्वर की शक्ति भरोसा रखें. ആമേൻ ദൈവകൈയിലേക്ക് ഏൽപ്പിക്കാം. परमेश्वर के हाथों में दे दें. ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം. यीशु मसीह परमेश्वर पर ही भरोसा ആമേൻ रखें. നമ്മെ തിബരിയോസിലേക്ക് കൊണ്ടുവന്നവൻ हमको तिबिरियास में ले जाने वाला ആമേൻ അവിടെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. हमारे लिए अद्भुत कार्य करने वाले. ഹല്ലേലൂയ. हालेलुया. യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में അങ്ങനെ സംഭവിക്കട്ടെ. ऐसा होगा. രാവിലെ ആത്മാവിൽ പറയാമോ? आज की सुबह प्रार्थना ആമേൻ बोले, ഖാലിയായ നിറഞ്ഞു വരട്ടെ. खाली हुए इंसान भर के जाने पर, ആമേൻ നിരാശകൾ മാറിപ്പോകട്ടെ. निराशा बदलने पर ദൈവസഭയിൽ ആത്മാക്കളുടെ വലിയ പ്രവാഹം ഉണ്ടാകട്ടെ. यीशु मसीह की बड़ी सामर्थ कलीसिया में उंडेले जाए. പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കട്ടെ. प्रार्थना का उत्तर मिले. ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ. कमी घटी को पूरा करे. എല്ലാ ഭയത്തിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ. सारे भय की आत्मा दूर हो जाए. വലിയ സമൃദ്ധി ഉണ്ടാകട്ടെ. और बड़ी सामर्थ उंडेले जाए. യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में നാം നിശ്ചയമായും കാണുന്ന ദൈവത്തിന്റെ പൈതലേ, परमेश्वर की निश्चय रूप से हम देखेंगे. നാം അത് കാണുവാൻ വേണ്ടിയിട്ടാണ് ആമേ ദൈവം നമ്മളെ ഈ പുതുവർഷത്തെ കൊണ്ടുവന്നത്. हम ये देखने पाए इसलिए यीशु मसीह परमेश्वर हमको नए साल में प्रवेश कराया. ആമേ നമ്മൾ തിബരിയോസിൽ വഴിതെറ്റി വന്നവരല്ല. हम तिबिरियास में हम भटके हुए नहीं आए हैं. ആമേൻ ഈ ശുശ്രൂഷയുടെ ഇടത്ത് നാം വഴിതെറ്റി വന്നവരല്ല. हम भटक के इस सेविकाई में भटक के नहीं आए हैं. യേശു നമ്മളെ കൊണ്ടുവന്നെങ്കിൽ यीशु मसीह हमको लेके आया है. ഫിലിപ്പോസ് നീ ഭയപ്പെടേണ്ട. फिलिप्पुस तू डर मत. ആമേ അന്ത്രയോസിന് ഭയത്തിന് ആവശ്യമില്ല. अंद्रियास को भय की कोई आवश्यकता ആമേ नहीं है. നാം അത്ഭുതങ്ങളുടെ സാക്ഷ്യം പറയുന്നവരാ. हम अद्भुत कार्य के साक्षी देंगे. നാം മടങ്ങിപ്പോയിട്ട് അത്ഭുതങ്ങൾ പറയും. हम वापस जाके आश्चर्य कर को बोलेंगे. ആമേ നാം തിബരിയോസിൽ നിന്ന് മടങ്ങി അത്ഭുതങ്ങൾ സംസാരിക്കും. हम तिबिरियास से मुड़कर बड़े बड़े कार्य को बताएंगे. നാം തിബരിയോസിലെ അത്ഭുതങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുന്നവരാണ്. हम तिबिरियास के बारे में प्रस्ताव करेंगे. ഇല്ലാത്തകൊണ്ട് ജനത്തെ വെറുതെ വിട്ടു എന്ന് പറയുന്നവരല്ല. खाली ഹല്ലേലൂയ. बात भीड़ को जाने नहीं दिया हम नहीं बोलेंगे. ഇന്ന് രാവിലെ ആരെങ്കിലും ഈ ശുശ്രൂഷ കേൾക്കുന്നവർ इस आज की सुबह जो भी ये सुसमाचार सुन रहा है, അവ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നെങ്കിൽ कोई भी बात से अगर हम बाहर से गुजर रहे हैं तो കർത്താവ് വിഷയത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാകും, यीशु परमेश्वर से कैसे इस समस्या का समाधान निकलेगा. അവ എന്നുള്ള വിഷയത്തിൽ ആരെങ്കിലും ഞെരുങ്ങുന്നെങ്കിൽ अगर इस समस्या से कोई भी गुजर रहा है ഇന്ന് तो രാവിലെ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, आज की सुबह यीशु मसीह का आत्मा कहता है, ആമേ തൃപ്തനാക്കുവാൻ കഴിവുള്ളവൻ കൂടെയുണ്ട്. तृप्त करने वाला यीशु मसीह हमारे साथ है. ആമേ നിന്റെ പരാജയം കണ്ട് അവൻ സന്തോഷിക്കുന്നവനല്ല. तुम्हारा पराजय देख के वो खुश होने वाला नहीं है. ആമേ ഫിലിപ്പോസിന്റെ മറുപടിയില്ലായ്മയിൽ സന്തോഷിക്കുന്നവനല്ല. फिलिप्पुस के जवाब आने से वो खुशी नहीं मनाता है. ആമേ മറുപടി ഇല്ലാത്തതിനാൽ സന്തോഷിക്കുന്നവനല്ല. उसके उत्तर ना मिलने पर भी खुश नहीं होता है. അന്ത്രയോസിന് കൺഫ്യൂഷൻ ആയതുകൊണ്ട്
സന്തോഷിക്കുന്നവനല്ല. अंद्रयास जब भटक रहा था तो उससे खुश नहीं हुआ वो। ആമ എന്നാൽ അന്ത്രയോസിന്റെ കരങ്ങളെ ആമൻ നിറപ്പാൻ കഴിവുള്ളവൻ. अंद्रयास के हाथ को भरने वाला एक यीशु मसीह। ഫിലിപ്പോസിന്റെ കയ്യിലേക്ക് അപ്പക്കുട്ടയെ കൊടുക്കുവാൻ കഴിവുള്ളവൻ. फिलिप्पुस के हाथों में रोटियों से भरा टोकरी देने वाला। ഈ പുതുവർഷം നമ്മോട് കൂടെയുണ്ട്. इस नए साल में हमारे साथ है। ആമേൻ നാം അത് ചെയ്യും. हम वो करेंगे। ആമേൻ നാം വലിയ അത്ഭുതം കണ്ട് തിബരിയോസിൽ നിന്ന് മടങ്ങുകയുള്ളൂ. हम बहुत बड़ी आश्चर्य को देख के നമുക്ക് तिबिरियास से वापस പൂർണ്ണമായി आएंगे। ദൈവത്തിൽ ആശ്രയിക്കാം. हम पूर्ण रूप से यीशु मसीह भरोसा रखें। ആമേൻ കർത്താവിൽ മാത്രം ആശ്രയിക്കാം. परमेश्वर पर भी भरोसा रखें। നിശ്ചയമായും അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ്. निश्चय रूप से यीशु मसीह अद्भुत कार्य करने वाला। അവൻ ബഥേസ്തയിൽ അത്ഭുതം ചെയ്താൽ वो बदेस्ता में अद्भुत कार्य किया है तो തിബരിയോസിലും അത്ഭുതം ചെയ്യും. तिबिरियास में भी अद्भुत कार्य करेगा। 5-ാം അധ്യായത്തിൽ അത്ഭുതം ചെയ്തവൻ 5वें अध्याय में अद्भुत कार्य किया करने वाला 6-ാം അധ്യായം 6-ാം അധ്യായത്തിൽ അത്ഭുതം ചെയ്യും. 6वें अध्याय में भी अद्भुत कार्य करेगा। ആമേ കുളക്കടവിൽ അത്ഭുതം ചെയ്തവൻ बड़े कुंड में जो अद्भुत कार्य करने वाला ആമേ സമുദ്രത്തിന്റെ തീരത്തും അത്ഭുതം ചെയ്യും. समुद्र के पार भी वो अपना अद्भुत कार्य ഒരു दिखाएगा। വ്യക്തിയിൽ അത്ഭുതം ചെയ്തവൻ एक आदमी पर जो अद्भुत कार्य करने वाला 5000 നടുവിലും അത്ഭുതം ചെയ്യും. 5000 पुरुषों को में भी अद्भुत कार्य करेगा। ആമേൻ. യേശു നമുക്ക് മതിയായവൻ. यीशु मसीह हमको काफी है। ആമേൻ. ജനത്തിന്റെ പെരുപ്പം കണ്ട് നീ ഭാരപ്പെടേണ്ട. भीड़ की संख्या देख के तुम डरना मत। ആമേൻ. നിന്റെ പ്രശ്നത്തിന്റെ എണ്ണത്തിന്റെ വലിപ്പം കണ്ട് നീ നിരാശപ്പെടേണ്ട. अपने प्रश्नों का अपने जो जिंदगी में जो परेशानियों का साइज देख के उसकी बड़ी संख्या को देख के डरना नहीं। ആമേൻ. നിശ്ചയമായും വലിയ അത്ഭുതങ്ങൾ निश्चय रूप से बड़ी सामर्थ വലിയ അത്ഭുതം നാം കാണും. बहुत बड़े आश्चर्य कर हम രാവിലെ देखेंगे। ആത്മാവിൽ പറഞ്ഞ് ആരംഭിക്കാമോ? इस आज की सुबह प्रार्थना आत्मा भर के कहें ഇന്നലെ അത്ഭുതം ചെയ്തവൻ कल जो अद्भुत कार्य करने वाला ഇന്നും എനിക്ക് അത്ഭുതം ചെയ്യാൻ आज പര്യാപ്തനാ. भी हमको अद्भुत कार्य करने के ആമേൻ. सामर्थ्य है। 2024 അത്ഭുതം ചെയ്തവൻ 2024 में सामर्थ्य दिखाने वाला ആമേൻ. 2025 മതിയായവനാ. 2025 में भी सामर्थ्य है। ആമേൻ. ഇന്നലകൾ നാം കേട്ട ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയില്ല, പിന്നെ ഇന്ന് നാം അത് അനുഭവിക്കും. कल के जो चरित्र हम देखते आ रहे हैं उसको ही नहीं हम आगे भी देखने वाले हैं। ആമേൻ. നാം വീണ്ടും അനുഭവിക്കും. हम दोबारा उसको अनुभव करेंगे। നാം ഇന്നത് അനുഭവിക്കും. हम आज भी अनुभव करेंगे। ഇന്ന് രാവിലെ നാം ദൈവശക്തി അനുഭവിക്കും. हम आज की सुबह भी यीशु मसीह के अनुभव को യേശുവിന്റെ देखेंगे। നാമത്തിൽ പറയാമോ? यीशु मसीह के नाम से बोलेंगे। ആമേൻ. നാം തിബരിയോസ് അത്ഭുതം കാണും. हम तिबिरियास में अद्भुत कार्य ആമേൻ. देखेंगे। വലിയൊരു പുരുഷാരം എന്ന് പറഞ്ഞാൽ ഇത് ആമേൻ ഫിലിപ്പോസിന്റെയും അന്ത്രയോസിന്റെയും ബുദ്ധിയിൽ മുതുകുന്ന കാര്യമല്ലായിരുന്നു. इस बड़ी भीड़ का समाधान फिलिप्पुस अंद्रियास की बुद्धि के ठिकाने नहीं था। അതുകൊണ്ട് അവർ ആമേൻ വിഷയത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവരാൽ കഴിയുന്ന മാനുഷികമായ ബലങ്ങൾ ഉപയോഗിക്കുന്നു. उस समस्या का समाधान वो अपने बुद्धि से निकालने के लिए सोच रहे थे। ആമേൻ. ഫിലിപ്പോസ് പണത്തിൽ ആശ്രയിക്കുന്നു. फिलिप्पुस धन पे अपना दिमाग लगा रहा ആമേൻ. था। അന്ത്രയോസ് മനുഷ്യരിൽ ആശ്രയിക്കുന്നു. अंद्रियास बालक पर विश्वास कर रहा എന്നാൽ था। അവരെല്ലാം പരാജയപ്പെടുന്നു. उसके बाद सब वो हार गए। ഇത്ര ജനത്തിന് എന്തുള്ളൂ? इसके इतनी बड़ी भीड़ के लिए वह क्या ही है। ആമേൻ. ഇത് എന്തുള്ളൂ? वो क्या ही है। ഇത് മതിയാകയില്ല. ये कम पड़ेगा। എന്നാൽ യേശു പറയുന്നു उसके बाद यीशु कहता है ആമേൻ ജനത്തെ നിലത്തിരുത്തുവീൻ. इस बड़ी भीड़ को तृप्त करने के लिए ആമേൻ നിലത്തിരുത്തുവീൻ. ബിഠാവ്. नीचे बैठा दो। ആമേൻ ലോകത്തെ ജനത്തെ നിലത്തിരുത്തുകയാ. इस बड़ी भीड़ को जमीन में बैठा दो। ആമേൻ ജനത്തെ നിലത്തിരുത്തുന്നു. जमीन में बैठाते हुए हम देख रहे हैं। ആമേൻ ഖാലിയായ പ്ലേറ്റ് അല്ല പിന്നെയോ നിറഞ്ഞ പ്ലേറ്റുകൾ. खाली हुए हम पात्रों को नहीं देखते हैं, भरे हुए पात्र को हम देखते ആമേൻ हैं। നിറഞ്ഞ പാത്രങ്ങൾ, भरे हुए पात्रों को, നിറഞ്ഞ കുട്ടകൾ, भरे हुए टोकरियों को, ആമേൻ നിറഞ്ഞ വയറുകൾ, भरे हुए पेट को, ആമേൻ അത്ഭുതങ്ങൾ, अद्भुत कार्य, അത്ഭുതങ്ങളുടെ സമൃദ്ധി. अद्भुत कार्य की समृद्धि होने के लिए। ഇതെന്തുള്ളൂ? ये क्या ही है। ഇത് മതിയാകയില്ല. ये कम पड़ेगा। ഇതെല്ലാം മാനുഷികമായ വാക്കുകൾ. ये सब मनुष्य की बातें हैं। ഫിലിപ്പോസിന്റെ വാക്കുകൾ फिलिप्पुस की बातें ഇതെന്തുള്ളൂ? ये क्या ही है। അന്ത്രയോസിന്റെ വാക്കുകൾ अंद्रियोस की बातें ഇത് മതിയാകയില്ല. ये कम पड़ेगा। യേശുവിന്റെ വാക്ക് यीशु मसीह की ആമേൻ बातें ജനത്തെ ഇരുത്തുവീൻ. इस बड़ी भीड़ को बैठाओ। ജനം തിന്ന് തൃപ്തരായി. भीड़ खा के തൃപ്തരായി. तृप्त हुई। 2025 2025 में തൃപ്തിയുടെ വർഷമായി മാറുകയാണ്. तृप्त का वर्ष होने वाला है। ആമേൻ ഇടമില്ലാത്ത എന്ന് പറഞ്ഞാൽ ഖാലി സ്ഥലമില്ലാത്ത ആമേൻ കുട്ടകളായി മാറും. इस 2025 में खाली स्थान को भरने वाला है। ഇന്ന് രാവിലെ എത്ര പേർ വിശ്വസിക്കുന്നു? आज की सुबह कितने लोग विश्वास करते हैं। ആമേൻ പകുതി നിറഞ്ഞ കൊട്ടയല്ല, आधा भरा हुआ टोकरा नहीं, പകുതി നിറഞ്ഞ വയറല്ല, आधा भरा हुआ पेट नहीं, ആമേൻ പകുതി പുരുഷാരത്തെ
പോഷിപ്പിച്ച ചരിത്രവുമല്ല, आधा भीड़ को खिला के भेजने वाला नहीं, മുഴുവൻ ജനത്തെയും പോഷിപ്പിക്കുന്ന കർത്താവ്. पूरे भीड़ को तृप्त करने वाला यीशु मसीह, ആമേൻ. വയറ് നിറയെ തൃപ്തരാക്കുന്ന കർത്താവ്. पेट भरने वाला यीशु मसीह, ആമേ. കുട്ട നിറച്ചും അപ്പം കൊണ്ട് നിറയ്ക്കുന്ന കർത്താവ്. टोकरी रोटियों से भरने वाला यीशु मसीह, നിറവിന്റെ കർത്താവ്, भरने वाला यीशु मसीह, നിറയ്ക്കുന്ന കർത്താവ്. भरने वाला परमेश्वर. ഇന്ന് രാവിലെ നമുക്ക് പറയാമോ, കർത്താവ് ഈ കർത്താവ് പരമസം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. आज की सुबह हम कह सकते हैं यीशु मसीह आपकी सेवा करने के लिए आपने मदद किया. ആമേൻ. തിബെരിയോസ് നമ്മുടെ അത്ഭുതത്തിന്റെ സ്ഥലമാണ്. तिबिरियास हमारे लिए अद्भुत कार्य का स्थान है. ഫിലിപ്പോസ്, നീ പരാജയപ്പെടുന്ന ഇടമല്ല, പിന്നെയോ നീ ഇവിടെ അത്ഭുതം കാണും. फिलिप्पुस, तुम हारने वाला जगह नहीं, तुम अपना विजय पाने वाला जगह है. ഇതും പോരാ, മതിയാകില്ലെന്ന് പറഞ്ഞ് ആമേ പുറകോട്ട് മാറുന്ന അന്ത്രയോസ് അല്ല, പിന്നെയോ നിറവിന്റെ കുട്ട ചുമക്കുന്ന ഇടമായി തിബെരിയോസ് മാറുകയാ. अंद्रियास, तू खाली हाथ वो क्या है, वो कम पड़ेगा ये बोलने के लिए नहीं, भरे हुए टोकरी से 5000 पुरुषों को भरने वाला जगह है तिबिरियास. യേശുവിന്റെ നാമത്തിൽ, यीशु मसीह के नाम में. യേശു കൂടെ ഉണ്ടെങ്കിൽ यीशु मसीह साथ है तो നാം സമൃദ്ധിയുടെ കുട്ട ചുമക്കുന്നവരായിരിക്കും. हम महिमा के साथ उस टोकरी को भरेंगे. യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में എന്തു ചെയ്യും? हम क्या करेंगे? എങ്ങനെ വിഷയം പരിഹരിക്കും? कैसे इस समस्या का समाधान निकालेंगे? ആരോട് ഞാൻ ചോദിക്കും? किससे हम पूछेंगे? ഈ പ്രശ്നത്തിന്റെ പരിഹാരം എവിടെ നിന്ന് വരും? इस प्रश्न का समाधान हम कहाँ से निकालेंगे? ഇങ്ങനെയുള്ള പല ചോദ്യത്തിന്റെയും മറുപടികൾ, इस बड़ी समस्याओं का समाधान या फिर इस प्रश्नों का उत्तर, മാനുഷികമായ ഉത്തരങ്ങൾ മതിയാകയില്ല. मनुष्य की बुद्धि का उत्तर कम पड़ेगा. ഇത്ര പേർക്ക് എന്തുള്ളൂ इतने बड़ी भीड़ के लिए वो क्या ही है, എന്നുള്ള ഉത്തരങ്ങൾ ലഭിക്കുമ്പോൾ यही उत्तर मिलेगा तो യേശുവിന്റെ കയ്യിലെ ഉത്തരം यीशु मसीह के हाथों का जो उत्तर, ബാക്കി വരുന്ന നിറഞ്ഞ കുട്ടകളാ. बाकी बचने वाला जो टोकरी है वही यीशु मसीह का उत्तर है. യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में. ഇന്ന് രാവിലെ ആത്മാവിൽ പറയാമോ, आज की सुबह आत्मा से भर कर कहें, ഇല്ലായ്മകൾ നിറഞ്ഞു വരട്ടെ, जो खाली हाथ है वो भरने के लिए हम प्रार्थना करें. ഇല്ലാത്ത സ്ഥലങ്ങൾ നിറഞ്ഞു വരട്ടെ. खाली स्थानों को भरने के लिए हम बोलेंगे. യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में നിറഞ്ഞു വരട്ടെ. भरने के लिए, നിറവില്ലാത്ത സഭകൾ നിറഞ്ഞു വരട്ടെ. खाली सभाओं को भरने के लिए हम बोलेंगे. നിറവില്ലാത്ത കലീസിയ, നിറവില്ലാത്ത സഭകൾ നിറഞ്ഞു വരട്ടെ. खाली कलीसिया को भरने के लिए हम बोलेंगे. ആമേൻ. ഉത്തരം ലഭിക്കാത്ത ഇടങ്ങൾ ഉത്തരങ്ങൾ ഉണ്ടാകട്ടെ. प्रार्थना को उत्तर जहाँ नहीं मिल रहा उस प्रार्थना को उत्तर उंडेलने के लिए हम बोलेंगे. യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में പരാജയത്തിന് സാക്ഷ്യം പറയുന്നവരിലെ നാം നിറവിന്റെ സാക്ഷ്യം പറയുന്നവരാ. पराजय का हम साक्षी देने वाले नहीं बल्कि विजय की साक्षी देने वाले हैं. हम 5-6 വാക്യങ്ങളിൽ 5 और 6 आयत में ഫിലിപ്പോസിന്റെയും അന്ത്രയോസിന്റെയും എല്ലാ വാക്കുകളാ. फिलिप्पुस और अंद्रियास की बातें हैं. അത് നമുക്കറിയാം. അവർ പറയുന്നു, हम जानते हैं कि वो कहते हैं ഇത്ര പേർക്ക് എന്തുള്ളൂ, इतने इतने लोगों के लिए क्या ही है, മതിയാകയില്ല. कम पड़ेगा. എന്നാൽ इसके बाद भी അതിന്റെ 13-14 വാക്യങ്ങളിൽ इसके बाद हम 13 और 14 आयत में അത് യേശുവിന്റെ പ്രവൃത്തിയാ. वो यीशु मसीह की सामर्थ्य है. വായിക്കുന്നു, നിറവിന്റെ സാക്ഷ്യമാ. हम पढ़ते हैं कि उसके भरपूरी की साक्षी है. 5000-ഓളം പേർ തിന്ന് തൃപ്തരായി. 5000 लोग तृप्त हुए. 12 കൊട്ട നിറച്ചെടുത്തു. 12 टोकरियां भरी हुई हैं. ഇത് കണ്ട ജനം പറയുന്നു, इसके बाद भीड़ देख के कहती है വരുവാനുള്ള പ്രവാചകൻ ഇവൻ തന്നെ. आने वाला जगत में आने वाला भविष्यवक्ता यही है. ആമേ. ലോകത്തിൽ വരുവാനുള്ള പ്രവാചകൻ ഇവൻ തന്നെ. जगत में आने वाला भविष्यवक्ता यही है. ഈ ദിവസങ്ങളിൽ आज के दिनों में ദൈവത്തിന്റെ മഹത്വം കാണുമ്പോൾ परमेश्वर की सामर्थ को देखने से वक्त ലോകം പറയും, दुनिया बोलेगी യേശു മാത്രം കർത്താവ്, यीशु ही परमेश्वर है, യേശു തന്നെ കർത്താവ്. यीशु ही परमेश्वर है. ദൈവഞ്ഞേ, परमेश्वर के पुत्रों, ഈ ദിനങ്ങളിൽ आज के दिनों में നമുക്ക് ആത്മാവിൽ പറയാം, हम लोग को आत्मा में बोलना है. ആമേൻ. ആ ദിനങ്ങൾ അതിവിദൂരമല്ല. वो ज्यादा दूर दिन नहीं है. ലോകർ പറയും, लोग बोलेंगे നമ്മുടെ കർത്താവാണ് ദൈവം. हमारा परमेश्वर है यीशु मसीह. ആ വലിയ അടയാളങ്ങൾ उस बड़े चिन्हों में നിശ്ചയമായും തിബെരിയോസ് സംഭവിക്കും. तिबिरियास में जरूर वो होगा. നിശ്ചയമായി നാം അത് കാണും. निश्चय रूप से हम उस बड़े चिन्ह को देखेंगे. നാം അതിന്റെ സാക്ഷികളായി മാറും. ना हम लोग उस बड़े साक्षी के उस बड़े कार्य के हम सहभागी होंगे. ആമേൻ. നാം ആ കുട്ട ചുമന്നുകൊണ്ട് വരും. हम उस टोकरियों को अपने कंधों पर रख के बढ़ेंगे. യേശുവിന്റെ നാമത്തിൽ, यीशु मसीह के नाम में, യേശുവിന്റെ നാമത്തിൽ. यीशु के नाम में. യേശുവിന്റെ പുറകാൽ ഇറങ്ങി തിരിച്ചിട്ട് हम यीशु मसीह के अगर पीछे जाएं, കാലിയായ കുട്ടയുമായി മടങ്ങി വരുന്നവനല്ല, പിന്നെയോ खाली टोकरियों से पीछे आने वाला नहीं, ആമേൻ നിറഞ്ഞ കുട്ടയുമായി ജനത്തിന് ആമേൻ ഇടയിലൂടെ നടക്കുന്നവരാ. हम भरी टोकरी से बड़ी भीड़ में के बीच से आने
आने वाले हैं। യേശുവിന് എന്നെ വളരെ ചിന്തിപ്പിച്ച വളരെ സന്തോഷിപ്പിച്ച ഒരു ചിന്ത പറഞ്ഞ് ഞങ്ങൾ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. और मुझे बहुत बहुत ही आनंद देने वाला एक बात मैं कहकर समाप्त करूंगा। ഫിലിപ്പോസും അന്ത്രയോസും എല്ലാം ഒരു നിമിഷം ആമേൻ അവരെ കണക്കൂട്ടൽ തെറ്റിപ്പോയോ എന്നോർത്ത് ഭാരപ്പെട്ടു. अंद्रयास और फिलिप्पुस अपने गणित लगा के अपने आप को हारा मान के हुए हम देखते हैं। അവർ ജനത്തെ കണ്ട് അവർ ഭയപ്പെട്ടു ഭാരപ്പെട്ടു. उस बड़ी भीड़ को देख के फिलिप्पुस अंद्रयास भयभीत हो गए। അവർക്ക് വളരെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായി. उनको कई सारे मानसिक प्रश्न अपने दिमाग में आए। യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും മാനസിക സമ്മർദ്ദങ്ങൾ അവർ ഞെരുങ്ങുകയായിരുന്നു. यीशु मसीह साथ होने के बाद भी वो मानसिक रूप से वो चल नहीं पा रहे थे। ജനത്തിന്റെ നടുവിൽ അവർ മാനസിക സമ്മർദ്ദമുള്ളവരായി നടക്കുകയാ. भीड़ के बीच में भी वो दोनों मानसिक रूप से सही नहीं हो पाए। എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആ സന്ദേശത്തിന്റെ അവസാന ഭാഗം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. उसके बाद हम पवित्र आत्मा के साथ इस वचन के आखिरी मोड़ पर आए हैं। എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. सभी जन ध्यान से सुने। നമ്മുടെ എല്ലാ നിരാശകളും മാറും. हमारे सारे निराशा हट जाएंगी। ആമേൻ. ഈ വാക്കുകളുടെ ആഴത്തെ നാം ഗ്രഹിച്ചാൽ നമ്മുടെ എല്ലാ നിരാശയും മാറും. इस वचन की गहराई को अगर हम देखेंगे तो हमारी सारी निराशाएं चली जाएंगी। ആമേൻ. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അത് അവസാനിപ്പിക്കും. ശ്രദ്ധിക്കുക. हम ये बोल के खत्म करेंगे। देखिए, सुनिएगा। ഫിലിപ്പോസും അന്ത്രയോസും എല്ലാം ജനത്തിന് നടുവിൽ നിരാശയോടെ ആദ്യം ആമേൻ ജനത്തെ എണ്ണി എണ്ണി നിരാശപ്പെട്ടവരാ. फिलिप्पुस अंद्रियास उस बड़ी भीड़ को गिन के देख के भयभीत होने वाले हैं। അവർ പറയുന്നു ഈ 200 പണത്തിന് ഒന്നും സംഭവിക്കാനും ഇവിടെ ഈ 200 പണത്തിന് അത് അപ്പം മേടിച്ചാൽ ഞങ്ങൾ പരാജയപ്പെടും. वो लोग बोलते हैं कि ये 200 दिनार इस बड़ी भीड़ के लिए अगर हम निकलेंगे तो वो हम हार जाएंगे, वो कम पड़ेगा। ഞങ്ങളുടെ കയ്യിലെ ഈ ചെറിയ ബാലന്റെ അപ്പവുമായി ഞങ്ങൾ നിൽക്കുന്നു, ഞങ്ങൾ പരാജയപ്പെടും. इस बालक की रोटी और मछलियां हमारे हाथों में है तो हम हार जाएंगे। യേശു കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് यीशु मसीह साथ है फिर भी। നമുക്കറിയാമോ കുഞ്ഞെ, ശ്രദ്ധിക്കുക രാവിലെ हम जानते हैं, ध्यान सुनिएगा, आज के प्रार्थना को ध्यान सुनिएगा। ആമേൻ. അവർ എവിടെ ഭാരപ്പെട്ടുവോ, हम जहाँ भी बाहर से गुजरे, അവരെവിടെ പരീക്ഷിക്കപ്പെട്ടുവോ, हम जहाँ भी परीक्षाओं से जाएं, ആമേൻ, അവർ നിരാശയോടെ ജനത്തെ എണ്ണി മനം മടുത്തുവോ, हम निराशा से बड़ी भीड़ को देख कर जाएं, അതേ സ്ഥാനത്ത്, उसी स्थान में, അതേ ഇടത്ത്, उसी समय पर, അതേ തിബരിയോസിൽ, उसी तिबिरियास में, അതേ ജനത്തിന് മധ്യേ उसी भीड़ के सामने അവർ 12 കൊട്ട നിറച്ചെടുത്ത് സമൃദ്ധിയുടെ സാക്ഷ്യം പറഞ്ഞു. उस 12 टोकरियां बची हुई भरी हुई हम देखते हैं। ആമേൻ. 12 കൊട്ട നിറച്ചെടുത്ത് തലയിൽ ചുമന്ന് ആ ജനത്തിന് മധ്യേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയ ശിഷ്യന്മാർ. आमेन। उस बड़ी भीड़ के सामने 12 टोकरियों को अपने सर पर उस भीड़ से जाते हुए आत्मा से हम देखते हैं। ഇന്ന് രാവിലെ ആത്മാവിൽ പറയാമോ, आज की सुबह आत्मा में बोल सकते हैं ആമേൻ, ഞാൻ പരാജയപ്പെടുമെന്നോർത്ത് നിരാശപ്പെട്ട ഇടത്ത് ഞാൻ ആമേൻ സമൃദ്ധിയുടെ കുട്ട ചുമന്നുകൊണ്ട് വരും. जहाँ जहाँ मैंने अपने जीवन में हार मानी थी उस जगह में मैं भरी टोकरियों से अपने जीवन में आगे बढ़ा हूँ। ഈ ശുശ്രൂഷാ സ്ഥലത്ത് ഞാൻ പരാജയപ്പെടുമോ, ആത്മാക്കൾ വരുന്നില്ല, കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും അധ്വാനിച്ചിട്ടും ആമേൻ പരിണാമവും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫലവും ലഭിക്കുന്നില്ല എന്ന് ഭാരപ്പെടുകയാണോ, ആമേൻ നിരാശപ്പെടേണ്ട. ഈ തിബരിയോസിൽ നീ ആമേൻ കുട്ട നിറച്ചുകൊണ്ട് നീ അവിടുന്ന് മടങ്ങും. हमारे जीवन में कई सारे स्थान ऐसे आते हैं हम जहाँ चिंतनजनक बैठे रहते हैं, हमारे प्रार्थना का परिणाम नहीं आता है, लेकिन आज की प्रियो ये बात सुने कि उसी तिबिरियास में आप भरी टोकरियों से गुजरेंगे। ആമേൻ. നീ എവിടെ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, അവിടെ നീ വിജയിക്കും. हम बोलिए कि हम जहाँ जहाँ हार चुके थे वहां हम जीत के वापस आएंगे। ആമേൻ. നിന്റെ പ്രശ്നത്തിന്റെ ഭാരം യേശുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാമോ? अपने प्रश्नों का भार यीशु मसीह पर लाद दें। നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നവൻ കൂടെ ഉള്ളപ്പോൾ നീ തിബരിയോസിൽ നീ ഭാരപ്പെടേണ്ട. तुम्हारा साथ देने वाला यीशु मसीह है तो तुम तिबिरियास में कभी संकट ना पड़ना। ആമേൻ. നീ ആമേൻ ഇത് എന്തുള്ളൂ മതിയാകയില്ല എന്ന് പറഞ്ഞ ഫിലിപ്പോസിന്റെയും അന്ത്രയോസിന്റെയും ചുമലിൽ നിറവിന്റെ കുട്ട എടുത്ത് വെച്ച യേശു എന്ന നസ്രയൻ. ഹല്ലേലൂയ. अंद्रयास और फिलिप्पुस के सामने ये कम पड़ेगा, ये क्या ही है, इसके बीच में भी उस भरी टोकरियों को उस बड़ी भीड़ के बीच से ले जाने वाले फिलिप्पुस और अंद्रयास को हम देखते हैं। ദൈവത്തിന്റെ കുഞ്ഞെ നാം അത്ഭുതം കാണും. परमेश्वर के बच्चों, हम यीशु मसीह के परमेश्वर के सामर्थ को देखेंगे। അന്ത്രയോസേ നീ അത്ഭുതം കാണും. अंद्रयास तुम बड़े सामर्थ को देखोगे। ഫിലിപ്പോസ് നീ അത്ഭുതങ്ങൾ ചുമക്കും. फिलिप्पुस तुम बड़े सामर्थ को पकड़ोगे। നീ ഇവിടെ നിരാശയോടെ മടങ്ങുകയില്ല.
तुम निराशा से वापस नहीं जाओगे, ആമേൻ, നീ അത്ഭുതങ്ങളെ കാണും. तुम बड़े अद्भुत कार्य को देखोगे। യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. यीशु मसीह के नाम में हो नहीं पाए, നാം യേശുവിനോട് ചേർന്ന് നിൽക്കാം. हम यीशु मसीह के सम्मुख खड़े रहें, യേശുവിനോട് ചേർന്ന് നടക്കാം. यीशु मसीह के साथ चलें। നിശ്ചയമായും കർത്താവ് നമ്മളെ തിബരിയോസിൽ കൊണ്ടുവന്നാൽ निश्चय रूप से तिबिरियास में अगर यीशु मसीह में लेके आए നാം तो കാലിയായ കുട്ടയുമായി മടങ്ങി പോകുന്നവരല്ല. हम खाली टोकरियों को लेके जाने वाले ഇത് നാം नहीं हैं, നിറയ്ക്കും. इसको हम भरेंगे। ജനത്തിന്റെ സമൃദ്ധിയെ നാം കാണും. बड़ी भीड़ को हम भरते हुए देखेंगे। ആമേ, ജനത്തിന്റെ സമൃദ്ധി കണ്ട് ആമേൻ സന്തോഷിച്ചതിന് ശേഷം ആമേ ശേഷിച്ചവയെ നാം പെറുക്കിയെടുക്കും. उस बड़ी भीड़ को महिमा तृप्त होते हम अपनी आंखों से देखेंगे। പറയാമോ യേശുവിന്റെ നാമത്തിൽ? बोले यीशु मसीह के नाम में। ഈ ജനം വന്നതിനായി സ്തോത്രം. इस बड़ी भीड़ को लाने के लिए ഈ धन्यवाद, പുരുഷാരത്തിനായി സ്തോത്രം. इस बड़ी भीड़ के लिए धन्यवाद, ഈ വലിയ പരീക്ഷയ്ക്കായി സ്തോത്രം. इस बड़ी परीक्षा के लिए എന്റെ धन्यवाद, മേൽ വന്ന ഈ വലിയ ഞെരുക്കത്തിനായി സ്തോത്രം. इस बड़ी मेरी जिंदगी में बड़ी निराशा आने के लिए धन्यवाद। ആമേൻ, ഒരു വലിയ സമൃദ്ധിയെ ഞാൻ കാണുന്നു. बहुत बड़े सामर्थ्य को मैं देखता ഞാൻ हूँ, വലിയ നിറഞ്ഞ അപ്പക്കുട്ടകളെ കാണുകയാ. और भरी टोकरियों को देखता हूँ। യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में। ഇതെന്തുള്ളൂ, ये क्या ही है, ഇത് മതിയാകില്ലെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് ये कम पड़ेगा उसी जबान से। ആമേ, ഇത് നിറഞ്ഞ കുട്ട इस भरी टोकरी को ആമേ ജനം തിന്ന് ആമേൻ തിന്ന് മടങ്ങി പോഷിപ്പിച്ചു ആമേൻ അവർ ആമേ തൃപ്തരായി മടങ്ങിയെന്ന് ആമേ അധരം കൊണ്ട് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ദൈവം അന്ത്രയോസിനെയും ഫിലിപ്പോസിനെയും ബലപ്പെടുത്തി. उस बड़ी भीड़ को तृप्त करके भोजन से भर के उनका पेट भर करके फिलिप्पुस और अंद्रियास को परमेश्वर ने सामर्थ दिया। നമ്മുടെ കുട്ടകൾ നിറഞ്ഞു വരികയാ हमारा टोकरे भरने वाले हैं യേശുവിന്റെ നാമത്തിൽ. यीशु मसीह के नाम में। കണ്ണുകൾ ചേർത്തടയ്ക്കാം ഇന്ന് രാവിലെ. अपनी आंखों को बंद करें, ആത്മാവിൽ പറയാമോ? आत्मा से बोल सकते हैं क्या? യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम ഞാൻ में। ആത്മാവിൽ കാണുന്നു. मैं आत्मा में देखता हूँ ആമേ, കുട്ടകൾ നിറഞ്ഞു വരികയാ. टोकरे भरते हुए। ആമേ, കൊട്ടയുടെ പകുതി ഭാഗമല്ല, टोकरा आधा नहीं, ആമേ പകുതി ഭാഗമല്ല, टोकरा आधा नहीं भर, ആമേ നിറഞ്ഞു വരികയാ. पूरा भर रहा है, നിറഞ്ഞു വരുന്നു, पूरा भरने वाला है, നിറഞ്ഞു വരുന്നു. पूरा भर रहा है। ആമേ പകുതി ജനത്തിനല്ല, आधे जन को नहीं, ആമേ പകുതി ആമേ പുരുഷാരത്തിനല്ല, आधी भीड़ को नहीं, ആമേ മുഴു പുരുഷാരത്തിന്, पूरी बड़ी संख्या को। ആമേ പകുതി വയറല്ല, आधा पेट नहीं, ആമേ നിറഞ്ഞ വയറുമായി भरा हुआ पेट से। ജനം പറയും, भीड़ बोलेगी വരുവാനുള്ള പ്രവാചകൻ ഇവൻ തന്നെ. आने वाला भविष्यवक्ता यही है, ആമേൻ, വരുവാനുള്ള പ്രവാചകൻ ഇവൻ തന്നെ. आने वाला भविष्यवक्ता यही है। നിറഞ്ഞ കുട്ട भरा हुआ टोकरा, ആത്മാവിൽ പറയാമോ? आत्मा से बोल सकते हैं എന്റെ क्या? കുട്ട നിറഞ്ഞതാ ഞാൻ കാണുന്നു. मेरा टोकरा भरते हुए मैं ആമേ, देख रहा हूँ। ഖാലി കുട്ടയെ കണ്ട് നീ ഭാരപ്പെടേണ്ട. खाली टोकरी को देख के तुम भार मत ആമേ, लेना। 2025 2025 में നാം നിറഞ്ഞ കുട്ടകൾ ചുമക്കും. हम भरे हुए टोकरे को ഞങ്ങൾ उठाएंगे, റായ്ബറേലിയിൽ നിറഞ്ഞ കുട്ടകൾ ചുമക്കും. हम रायबरेली में भरे टोकरे उठाएंगे, ഉത്തർപ്രദേശ് നിറഞ്ഞ കുട്ടകൾ ചുമക്കും. हम उत्तर प्रदेश में भरे हुए टोकरे ഈ उठाएंगे, ഉത്തരേന്ത്യയിൽ നാം ഈ നിറഞ്ഞ കുട്ടകൾ ചുമക്കും. हम उत्तर भारत में हम भरे टोकरे उठाएंगे। യേശുവിനോട് കൂടെ നാം നടന്ന് നിറഞ്ഞ കുട്ടകൾ ചുമക്കും. यीशु मसीह के साथ चलकर हम भरे टोकरे को उठाएंगे। ആമ ഇന്നലെ ഒരു പക്ഷെ നാം പറഞ്ഞു കാണാം, हम आने वाले पिछले दिनों में हम कहते होंगे ആമ ഇതെന്തുള്ളൂ, ये क्या है, ഇത് മതിയാകയില്ല. ये कम पड़ेगा, എന്നാൽ ഇന്ന് നാം പറയുന്നു, लेकिन हम आज बोलेंगे ആമ സമൃദ്ധിയുടെ നടുവിൽ सामर्थ के बीच में ആമ ജനം തൃപ്തരായി. बड़ी भीड़ तृप्त होके गई, ആമ എന്റെ കുട്ടകൾ നിറഞ്ഞു. हमारी टोकरे भर गए യേശുവിന്റെ നാമത്തിൽ. यीशु मसीह के नाम ഇന്ന് में। രാവിലെ ശബ്ദം കേട്ട എല്ലാവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ये बातों को सुनने वाले आज की सुबह सब आश्रित होने पाए। ആമേൻ. ആ തിബരിയോസ് ആമേൻ പരാജയത്തിന്റെ സ്ഥലമല്ല, നിറഞ്ഞ സ്ഥലം, നിറവിന്റെ സ്ഥലമാണ്. तिबिरियास एक हार की जगह नहीं परंतु एक विजय की, एक जीत की जगह है। കാരണം പുരുഷാരത്തിന് मुंबिल യേശു പോയിരുന്നു. कि इसका कारण है कि इस पुरुष की बड़ी भीड़ के सामने यीशु मसीह गया था। ആമേൻ. भीड़ के पहले യേശു मसीह गए थे. भीड़ के पहले यीशु मसीह गया था। ആമേൻ. പുരുഷാരത്തിന് മുന്നാലെ യേശു യാത്ര ചെയ്തു. ये इस बड़ी भीड़ के पहले यीशु मसीह उनके आगे गया था। നിനക്കൊരു പ്രശ്നം വരുന്നതിന് മുമ്പ് तुम्हारे परेशानी आने से पहले അതിന് മുമ്പിൽ നടന്നൊരു കർത്താവുണ്ട്. उसके आगे बढ़ने वाला एक यीशु मसीह है। ആമേൻ. മുമ്പിൽ നടക്കുന്ന കർത്താവ് आगे बढ़ने वाला यीशु मसीह ആമേൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. तुम्हारे लिए अद्भुत कार्य करेगा, അത്ഭുതങ്ങൾ ചെയ്യും. अद्भुत कार्य करेगा। കുട്ടകൾ നിറഞ്ഞു വരുന്നു. तुम्हारे टोकरे भर जाएंगे। തിബരിയാസിൽ അത്ഭുതങ്ങൾ. तिबिरियास में अद्भुत कार्य। ആമേൻ. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷാരത്തെ പോഷിപ്പിച്ച അത്ഭുതങ്ങൾ. 5 रोटी और 2 मछलियों से उस बड़ी भीड़ को खिलाने वाला यीशु मसीह। ആമേൻ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും കർത്താവെ അനുഗ്രഹിക്കുന്നു. यीशु मसीह के नाम में सब अनुग्रह से भरने पाए। ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നു. सारे पासवानों को अनुग्रह करते हैं। ദൈവദാസിമാരെ അനുഗ്രഹിക്കുന്നു. देव परमेश्वर की दासियों को आपके हाथ में सौंपते എല്ലാ हैं। കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നു. सारे बच्चों को आशीष करते ഈ हैं। പുതുവർഷത്തെ അനുഗ്രഹിക്കുന്നു. इस नए साल को आशीष करते हैं। ആമേൻ. നിറഞ്ഞ കുട്ടികളെ കണികൾ സ്തോത്രം ചെയ്യുന്നു. नए भरे हुए टोकरे के लिए धन्यवाद करते हैं। എല്ലാവരുടെയും തലയിൽ നിറഞ്ഞ കുട്ടികളെ കാണുക യേശുവിന്റെ നാമത്തിൽ. सबके सरों में प्रभु
वो भरे हुए टोकरे हम देखने पाए ആമേൻ. हमें। തിബെരിയോസിലെ അത്ഭുതങ്ങളുടെ നിറവിനെ കാണുകയാ. तिबिरियास में अद्भुत कार्य को हम देखने वाले हैं യേശുവിന്റെ നാമത്തിൽ यीशु मसीह के नाम में। അങ്ങനെ സംഭവിക്കട്ടെ, ऐसा होने पाए, അങ്ങനെ സംഭവിക്കട്ടെ, ऐसा होने पाए, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ऐसा ही होगा യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में। ആമേൻ. आमीन। ഇത് നമ്മളെ സഹായിക്കട്ടെ. സമയം അനുവദിച്ച ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഉത്തർപ്രദേശ് നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നോർത്ത് ഇന്ത്യയിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണാം. നാം ഒരുമിച്ച് വലിയ നിറവിന്റെ അനുഭവം നമുക്ക് ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ.